ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ എക്സാം ഓറിയന്റേഷൻ ആണ്. നമുക്ക് എക്സാം അടുത്ത ആഴ്ച എക്സാം വരികയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ സെൻസേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെൻസേഴ്സ് ഒരു തിയറി പേപ്പർ ആയതുകൊണ്ട് നന്നായി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പേപ്പർ നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് ആദ്യം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങൾ ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് എന്നാണ്. അത് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 5 മാർക്കിന്റെ ചോദ്യം, 10 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിന്റെ സിലബസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിന്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, പഠിച്ചു കഴിഞ്ഞാണ്. അപ്പൊ ആ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രാൻസ്ഡ്യൂസർ ആണ്, അതുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. രണ്ടാമത് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ, ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ, കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ. അപ്പൊ അങ്ങനെ 3 പ്രധാനപ്പെട്ട ടൈപ്പ്, ആ 3 പ്രധാനപ്പെട്ട ടൈപ്പിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ, വർക്കിംഗ്, അതിന്റെ എക്സാമ്പിൾസ്, അതൊക്കെയാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ലെങ്തി യൂണിറ്റ് ആണ്. അതായത് എക്സാമിന് മിക്കവാറും നന്നായി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ നന്നായി നമ്മളൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് നന്നായി ഫോക്കസ് ചെയ്യേണ്ട ഒരു യൂണിറ്റ് ആണ് ഒന്നാമത്തെ യൂണിറ്റ്. അപ്പൊ ആദ്യം നമുക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചതെന്നുള്ളത് നോക്കാം. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയതാന്നൊക്കെയാണല്ലോ പലപ്പോഴും നോക്കുക. അപ്പൊ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാം. ആദ്യം 2 മാർക്ക്, പിന്നെ 5 മാർക്ക്, പിന്നെ 10 മാർക്ക്. ആ ഒരു ഓർഡറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ഏതൊക്കെ ചോദിച്ചു എന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ചോദ്യമാണ് ഡിഫൈൻ എ ട്രാൻസ്ഡ്യൂസർ, ഗിവ് ആൻ എക്സാമ്പിൾ. 2 മാർക്കിന് വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. ഇനി ആദ്യമേ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു PDF, പിന്നെ അതുപോലെ ഡിസ്കഷൻ ഒക്കെ നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ ഈ PDF, അതേപോലെ നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സാമിന് മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ചോദ്യങ്ങൾ, ഇതെല്ലാം ഇതിന്റെ ആൻസർ ഇവിടെ ഡിസ്കസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല, കാരണം നമുക്ക് അത്രയും ഏരിയകൾ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ഓരോന്നിൻ്റെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെറിയ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ദെൻ അതിന്റെ PDF നിങ്ങൾക്ക് തരാം. അതാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ വീഡിയോ, ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ആണ്, ദെൻ 2-മത്തെ യൂണിറ്റ്, 3-മത്തെ യൂണിറ്റ്, 4-മത്തെ യൂണിറ്റ്, അങ്ങനെ 1 by 1 ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ 2-മത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ? അപ്പോൾ പാസീവും ആക്റ്റീവും എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാസീവ്, ആക്റ്റീവ്, അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ചസ് ഓൺ എ സ്ട്രെയിൻ ഗേജ്? സ്ട്രെയിൻ ഗേജിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്തുള്ള എഫക്ട് എന്താണ്? ഓക്കെ, ദെൻ ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ ട്രാൻസ്ഡ്യൂസർ. ഒരു ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം ഫാക്ടർ, അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാൽ മതി, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പൊട്ടൻഷ്യോമീറ്റേഴ്സ്? പൊട്ടൻഷ്യോമീറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇതൊക്കെ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എഴുതും. ഓക്കെ, 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ 5 മാർക്കിന് എഴുതി വെച്ചിട്ട് കാര്യമില്ല, കാരണം മാക്സിമം 2 മാർക്കേ കിട്ടൂ. യെസ്, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം നവംബർ 2023 നടന്ന എക്സാമിന് 10 മാർക്കിന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ 2 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇനി 2022 ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഒന്ന് ഡിഫൈൻ റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മള് സെൻസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാടുണ്ട്, അതിലൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിന്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലനേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് മീൻഡ് ബൈ ട്രാൻസ്ഡക്ഷൻ? ഒരു സ്ഥലത്ത് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് ചോദിച്ചു, ഇവിടെ ട്രാൻസ്ഡക്ഷൻ, അപ്പൊ ആ ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നീഡ് ഫോർ ഐസൊലേഷൻ ആൻഡ് ഗ്രൗണ്ടിങ് ഇൻ ട്രാൻസ്ഡ്യൂസേഴ്സ്? ട്രാൻസ്ഡ്യൂസേഴ്സിൽ എന്താണ് ഗ്രൗണ്ടിങ്ങിന്റെയും ഐസൊലേഷന്റെയും ഒക്കെ ആവശ്യകത എന്താണ്? ദെൻ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു നോയ്സ് ഇൻ ദ പൊട്ടൻഷ്യോമീറ്റർ? ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഒരു ചോദ്യം ഇവിടെ വന്നു, തൊട്ട മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ആ രീതിയിൽ നിങ്ങൾ നോക്കട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ വിത്ത് ആൻ എക്സാമ്പിൾ വെച്ചിട്ട് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. 2 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയെ. ദെൻ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രെയിൻ ഗേജസ്? സ്ട്രെയിൻ ഗേജിന്റെ ചോദ്യവും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, പൊട്ടൻഷ്യോമീറ്ററിന്റെ ചോദ്യവും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയി പഠിക്കാം. Then explain the working principle of capacitance transducer.
ഇങ്ങനെ 7 ചോദ്യങ്ങൾ നവംബർ 2022 ചോദിച്ചു എന്ന് പറഞ്ഞാൽ 14 മാർക്കിന്റെ ചോദ്യം ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് 2 മാർക്കിന് ചോദിച്ചു. ടോട്ടൽ 14 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വന്നു. 2023 എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നു. ഇനി നമുക്ക് 2021 നോക്കാം. അവിടെ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻഡ് ബൈ ഡയറക്റ്റ് സെൻസിങ് ഇൻ ട്രാൻസ്ഡ്യൂസേഴ്സ്? എന്താണ് ഡയറക്റ്റ് സെൻസിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്? ദെൻ വാട്ട് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ? ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് അല്ലെ, പാസീവും ആക്റ്റീവും ചോദിച്ചിട്ടുണ്ടല്ലോ, അതന്നെ ഇവിടെയും ചോദിച്ചു. ദെൻ ഡിഫൈൻ ദ അക്യുറസി ആൻഡ് പ്രിസിഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ, അത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നതാണ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ദ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ? ലിസ്റ്റ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? 3 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, ഒന്ന് അഡ്വാൻറ്റേജ്, ഒരു സ്ഥലത്ത് പിന്നെ ബേസിക് പ്രിൻസിപ്പിൾ, അങ്ങനെ പലതരത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ. ഇപ്പൊ കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഏരിയകളിൽ നിന്ന് എല്ലാ വർഷവും ചോദ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും 6 ചോദ്യങ്ങളാണ് 2021 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അതായത് 12 മാർക്ക്. ഒരു വർഷം 12 മാർക്ക്, ഒരു വർഷം 14 മാർക്ക്, ഒരു വർഷം 10 മാർക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ആവറേജ് 10 മാർക്കിന്റെ ചോദ്യങ്ങളെങ്കിലും, അതായത് ഒരു 5 ചോദ്യങ്ങളെങ്കിലും ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 മാർക്കിന്റെ പ്രതീക്ഷിക്കാം. ഇനി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നവംബർ 2023 ചോദിച്ച ഒരു ചോദ്യമാണ്, ഡിഫൈൻ നോൺ ലീനിയാരിറ്റി ഇൻ സെൻസേഴ്സ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് എഫക്ട് ഓൺ മെഷർമെന്റ്. എന്താണ് നോൺ ലീനിയാരിറ്റി? അതും നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞാണ്. അതിന്റെ മെഷർമെന്റിൽ അതിന്റെ എഫക്ട് എന്താണ് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ആൻ ഇൻഡക്ടൻസ് ട്രാൻസ്ഡ്യൂസർ? എക്സ്പ്ലെയിൻ വിത്ത് എ ഡയഗ്രാം. ഇൻഡക്ടൻസിന് നമ്മൾ ഡയഗ്രാം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതാണ്? ഒരു ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരയ്ക്കുക എന്നുള്ള പ്രധാനമാണ്. ആ ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. Then explain the principle of operation of capacitive transducer. Capacitive transducer നമ്മൾ 2 മാർക്കിന്റെയിലും ഉണ്ട്, 5 മാർക്കിന്റെയിലും ഉണ്ട്. ഇവിടെ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആണ്. ദെൻ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, then explain the working of a bonded strain gauge. ഇങ്ങനെ 4 ചോദ്യങ്ങൾ 5 മാർക്കിന് കഴിഞ്ഞ വർഷം ചോദിച്ചു. 4 ചോദ്യങ്ങൾ ഒരു യൂണിറ്റ് തന്നെയാണ് ചോദിക്കുന്നത്, 5 മാർക്കിന് 4 ചോദ്യങ്ങൾ. ദെൻ നവംബർ 2022 ഇതിന്റെ തൊട്ട് 9th വർഷം ചോദിച്ചിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ദ നോൺ ലീനിയാരിറ്റി. നിങ്ങൾ നോക്ക്, സെയിം ക്വസ്റ്റ്യൻ അല്ലേ? നോൺ ലീനിയാരിറ്റി 2023 ചോദിച്ചു, 2022 ചോദിച്ചു. വാട്ട് ഈസ് ദ കോൺസിക്വൻസസ്? അവിടെ എന്താ എഫക്റ്റാ ചോദിച്ചത്? സെയിം തന്നെ അല്ലേ? കോൺസിക്വൻസ് ചോദിച്ചു, ഇവിടെ എഫക്ട് എന്ന് ചോദിച്ചു. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം. Then explain the measurement of displacement using LVDT, linear variable differential transformer. അതും പ്രധാനപ്പെട്ടാണ്. ഈ 2 ചോദ്യങ്ങളാണ് 2022 ചോദിച്ചിട്ടുള്ളത്. ഇനി 2021 വന്നാൽ, വാട്ട് ആർ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ആൻ ഇൻഡക്ടൻസ് ട്രാൻസ്ഡ്യൂസർ? ഇൻഡക്ടൻസ് ട്രാൻസ്ഡ്യൂസറിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു, 5 മാർക്കിന്. അതിനൊരു ഡയഗ്രാം കൂടെ വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ഇൻഡക്ടൻസ് ട്രാൻസ്ഡ്യൂസർ ഓൾറെഡി 2023 ചോദിച്ചു, സെയിം ക്വസ്റ്റ്യൻ, ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു. അതന്നെ 2021 ഉണ്ട്. ഓക്കെ, then explain the principle of the basic capacitance transducer. അതന്നെ 2023 ക്വസ്റ്റ്യനിലും ഉണ്ട്. ഈ കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസറിന്റെ അവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്നാ ചോദിച്ചത്, ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾ എന്നാ ചോദിച്ചത്, ഒക്കെ തന്നെയല്ലേ എഴുതണ്ടേ? ദെൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് LVDT. ഇത് 2022 കണ്ടതാ, മെഷർമെന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് യൂസിങ് LVDT. അതന്നെ വർക്കിംഗ് ഓഫ് LVDT വിത്ത് എ നീറ്റ് സ്കെച്ച്. അപ്പൊ ഇത്രയാണ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു വർഷം കഴിഞ്ഞ വർഷം 20 മാർക്കിന് ചോദിച്ചു, അതിന്റെ മുമ്പത്തെ വർഷം 10 മാർക്കിന് ചോദിച്ചു, 2021 15 മാർക്കിന് ചോദിച്ചു. അപ്പൊ 15, 10, 20 ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു 10 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് മിനിമം 10ന്റെയും 20ന്റെയും ഇടയിൽ അവിടെ പ്രതീക്ഷിക്കാം. അതേപോലെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ 10ന്റെയും 15ന്റെയും മാർക്കിന്റെ ഇടയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി 10 മാർക്കിന്റെ ചോദ്യം 2023 ചോദിച്ചിട്ടുള്ളതാണ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ആൻ LVDT. അല്ലെ, 5 മാർക്കിനും ചോദിച്ചു, 10 മാർക്കിനും ചോദിച്ചു. നിങ്ങൾ ഒരു സാധനം പഠിച്ചു വെക്കുകയാണെങ്കിൽ അതന്നെ നിങ്ങൾക്ക് പലതരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഓൾസോ ഡ്രോ ദ പ്ലോട്ട് ഷോയിങ് വേരിയേഷൻ ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് ദ ഔട്ട്പുട്ട് വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിന്റെ ഫേസും ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള വേരിയേഷൻ കാണിക്കുന്ന പ്ലോട്ടുകളൊക്കെ നമ്മൾ ആ ഒരു പിന്നെ തിയറി പറഞ്ഞ സമയത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് 10 മാർക്കിന് ചോദിച്ചു. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എഴുതണം. ദെൻ ഒരൊറ്റ ചോദ്യമാണ് 2023 യൂണിറ്റ് 1 നിന്ന് ചോദിച്ചിട്ടുള്ളത് LVDT ആണ്.
ഇനി 2022 വന്നാൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ദ സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജിന് ഡീറ്റെയിൽ ആയി അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ആ ഒരു ചോദ്യമാണ് നവംബർ 2022 ചോദിച്ചിട്ടുള്ളത്. നവംബർ 2021 വന്നാൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ബോണ്ടഡ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ്. അപ്പൊ ആ സ്ട്രെയിൻ ഗേജിന്റെ ഒന്ന് ബോണ്ടഡും ഒന്ന് അൺബോണ്ടഡും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലൊന്ന് ബോണ്ടഡ് ആയിട്ട് അങ്ങനെ തന്നെ ചോദിച്ചു. then what is the basic principle of capacitance transducer? ഇത് 5 മാർക്കിനും ചോദിച്ചു, 10 മാർക്കിനും ചോദിച്ചു. ഇനി സ്ട്രെയിൻ ഗേജ് ആണെങ്കിൽ അതും 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ചോദിച്ചു. ഓക്കെ, ഈ 2 ചോദ്യങ്ങളാണ് 2021 ചോദിച്ചത്. അപ്പോൾ 10 മാർക്കിന് ചോദിച്ചു, ചിലപ്പോൾ 20 മാർക്കിന് ചോദിച്ചു, 10ന്റെയും 20ന്റെയും. അപ്പൊ 10 മാർക്കിന്റെ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നാല് ആകെ 2 ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് യൂണിറ്റ്, അല്ല മീൻസ് 10 മാർക്കിന്റെ അറ്റൻഡ് ചെയ്യേണ്ടത്. 4 ക്വസ്റ്റ്യനിൽ ചോയ്സ് ഉണ്ടാവും, 2 അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ അത് ആ 2 ഒന്ന് മിക്കവാറും ഏത് തന്നെ ഉണ്ടാവും, ഫസ്റ്റ് യൂണിറ്റ് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മൾ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ 40ന്റെയും ഒരു 45ന്റെയും ഇടയിലുള്ള മാർക്കിന് ചോദ്യങ്ങൾ, ഇല്ലെങ്കിൽ ഒരു 35-45ന്റെ ഇടയിലെ മാർക്കിന് ചോദ്യങ്ങൾ ആകെ ഒന്നാമത്തെ യൂണിറ്റ് നിന്ന് ചോദിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്, ഇതുമായി ബന്ധപ്പെട്ട ആൻസേഴ്സ് അടങ്ങിയിട്ടുള്ള PDF നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം, സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. നന്നായിട്ട് പഠിക്കുക, അത് കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് കാര്യങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ 2ാമത്തെ യൂണിറ്റിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.